മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹം ഈ നമ്മുടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, പാലസ്തീനിലെ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും ഉടൻ തന്നെ UN അടക്കമുള്ള ലോകരാജ്യങ്ങളെല്ലാവരും ഇതിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. അതിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ് കമൻറ്റുകളുടെ രൂപത്തിൽ വരുന്നത്. എന്താണ് സാർ, പിണറായി വിജയൻ ഇപ്പോൾ മറ്റനവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, അതൊന്നും അദ്ദേഹം മുഖവിലേക്കെടുക്കാതെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്? പിണറായി വിജയൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, നമുക്കത് വിഷയമല്ല. കേരളത്തിലെ ജനങ്ങൾ, ഞാനുൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് കേരളം ഭരിക്കാനും കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയാണ്, അല്ല പാലസ്തീൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടല്ല. കുഴപ്പമില്ല, പാലസ്തീൻ്റെ കാര്യത്തിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഒരു അഭിപ്രായം പറയുന്നതിനോട് നമുക്കൊരു വിയോജിപ്പില്ല, പറയാം. തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യുന്നതാണ്. ദേശീയം, പ്രാദേശികം, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം അവർ ചെയ്യാറുള്ളത്. അപ്പോൾ പക്ഷേ പറയുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചും സമഗ്രമായിട്ടൊരു വീക്ഷണം വേണം. കൂടി പാലസ്തീൻ എന്ന് മാത്രം വിളിച്ച് കരഞ്ഞാൽ പോരാ. ബംഗ്ലാദേശുണ്ട്, അവിടെ പള്ളികൾ തകർക്കുന്നുണ്ട്, ഗുരുദ്വാരകൾ തകർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ തകർക്കുന്നെന്ന് മാത്രമല്ല ഹിന്ദുക്കളെ കൂട്ടമായിട്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതൊരു സാംക്രമിക രോഗം പോലെ മുർഷിദാബാദിലേക്ക് ബാധിച്ച് അവിടുത്തെ ഹിന്ദുക്കളെ കൊല്ലുന്നുണ്ട്. അവരെ അഭയം തേടി ഒളിച്ചോടിയിരിക്കുന്നത് മാൽദയിലേക്കാണ്. മാൽദയിൽ അധികകാലമായിട്ടില്ല, അവിടെയുള്ള ജില്ലയിലെ ഹിന്ദു സ്ത്രീകളെ മുഴുവൻ പിടിച്ച് ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു തൃണമൂൽ കോൺഗ്രസ്സുകാരൻ, അത് അവരുടെ പിന്തുണയോടുകൂടി മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും പിന്തുണയോടുകൂടി അവിടെ പണ്ടത്തെ നമ്മുടെ മാടമ്പി നാടുവാഴി സമ്പ്രദായത്തിലെന്ന പോലെ ബലാത്സംഗം ചെയ്തു ക്രൂരമായിട്ട് അവരെ മാനഭംഗപ്പെടുത്തി ഭർത്താക്കന്മാരെ പിടിച്ച് തടവിലുമാക്കി. കേരളത്തിൽ അങ്ങനെയുള്ള നാടുവാഴുത്ത പ്രഭുത്വത്തിനെതിരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നടന്നത്. അത് വിജയകരമായിട്ട് കാവുമ്പായി സമരം, അതുപോലെ പുന്നപ്ര വയലാർ സമരം, അങ്ങനെയുള്ള സമരങ്ങളിലൂടെ പുറത്തു വന്ന് ഒരു ജനകീയ വിമോചനമായിട്ട് മാറിയത്. ബംഗാളിൽ ഇത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറയേണ്ടത് പലസ്തീനെക്കുറിച്ചല്ല, ബംഗാളിനെക്കുറിച്ചാണ്. ഏതാണ്ട് 3 പതിറ്റാണ്ടല്ലെങ്കിലും 6 ഊഴം അവരുടെ മുഖ്യമന്ത്രി ഭരിച്ചു കുളമാക്കിയതാന്നുള്ള അടിവരയിട്ട് പറയണം. 35 വർഷം 35 വർഷം 3 പതിറ്റാണ്ടിലധികം, അതായത് 3.5 പതിറ്റാണ്ട് ഭരിച്ച, തുടർച്ചയായി ഭരിച്ച, ഇടർച്ചയില്ലാതെ ഭരിച്ച ഒരു സംസ്ഥാനമാണത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു സ്റ്റേക്കുണ്ട്, ക്ലെയിമുണ്ട്, വളരാൻ ആഗ്രഹമുണ്ട്, വളരാൻ കഴിയുന്നില്ലെങ്കിലും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ അതിനപ്പുറത്ത് കയറി പാലസ്തീനെക്കുറിച്ച് പറയുമ്പോൾ അതിലെന്തോ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഇട്ട പോസ്റ്റിനെ കേരളത്തിലെ സകലമാന ആൾക്കാരും എതിർക്കുകയാണ്. ഒരു വിഭാഗം ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ആ വിഭാഗത്തിൻ്റെ പിന്തുണ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് തന്നെയാണ്. ഞങ്ങൾക്കിത് മതി ജയിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മലയാള വാക്കാണ് 3 അക്ഷരമുള്ള പ്രീണനം. അപ്പോൾ ഇന്ത്യയിൽ ഈ പഹൽഗാമിൽ പാവപ്പെട്ട ഇന്ത്യക്കാർ, മതമേതുമായിക്കോട്ടെ, അതിന് മുസ്ലിമും ഉണ്ടായിരുന്നു, പക്ഷേ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. അതിനെ അപലപിക്കാൻ പഹൽഗാമിലൊരു മുസ്ലിം കൊല്ലപ്പെട്ടത് ഇവരെ എതിർക്കാൻ ശ്രമിച്ചപ്പോഴല്ല, ശരിക്കും ഈ സ്ത്രീകൾക്ക് നേരെയും ഇവരെ ആക്രമിക്കുമോ എന്നൊരു അവസ്ഥ വന്നു. അത് തടയാൻ അയാൾ ശ്രമിച്ചപ്പോഴാണ് ആ ഏറ്റുമുട്ടലിൽ. അത് വീരോചിതമായ ശ്രമമാണ്. ഏത് മുസ്ലിം നമ്മൾ അഭിനന്ദിക്കണം. അത് ആരായാലും ശരി, അത് വീരോചിതമായിട്ടൊരു ശ്രമമാണ്. മറ്റുള്ളവരെ എല്ലാം കൊന്നത് മതം ചോദിച്ചാണ്. സ്വജീവൻ തൃണവൽഗണിച്ചുകൊണ്ട് അത്രയും കാണിക്കാൻ ഒരു കാശ്മീരിയത്ത്. അത് ജിഹാദിസമല്ല, കാശ്മീരിയത്ത്. അതാണ് നമുക്ക് വേണ്ടത്, ആ സ്പിരിറ്റ്. അത് തന്നെയാണ് നരേന്ദ്രമോദിയും കാണിച്ചത്. ഇവിടുത്തെ സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു. അതാണ്, എന്ത് വന്നാലും എന്ത് നഷ്ടം, വിമാനങ്ങളല്ല ജീവൻ തന്നെ പോയാലും ശരി നമ്മളതിന് പ്രതികരിക്കും എന്ന് തീരുമാനിച്ചു പോയതാണ്. ഭരണത്തിൽ തുടർന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇത് ചെയ്യും, അതാണ് തീരുമാനം. അല്ല കുറേ വോട്ട് കിട്ടാൻ വേണ്ടി പാലസ്തീൻ്റെ കാര്യം പറയരുത്. പാലസ്തീൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പാലസ്തീൻ്റെ യൂണിഫോം ഒക്കെ എഴുതുന്നുണ്ട്, പോളിറ്റ് ബ്യൂറോ എഴുതുന്നു, പാലസ്തീൻ്റെ ചരിത്രം പഠിക്കണം.
നിങ്ങളുടെ സഖാവായിരുന്ന KR ഗൗരിയുടെ ആത്മകഥയുണ്ടല്ലോ, ആ ആത്മകഥയിലേക്ക് നോക്കൂ, വായിച്ചു നോക്കൂ. അതിൻ്റെ ആദ്യ പേജുകളിൽ തന്നെ 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ചേർത്തല ഭാഗത്ത്, ചേർത്തല താലൂക്കിലെ ഏറ്റവും വലിയ ജന്മി എന്ന് പറയുന്ന ഒരു പാലസ്തീൻകാരനായിരുന്നു. ആ പാലസ്തീൻകാരൻ എങ്ങനെ ജന്മിയായി? കൊച്ചി രാജാവ് കൊടുത്ത 1000 ഏക്കർ സ്ഥലം, 1000 ഏക്കർ സ്ഥലം സൗജന്യമായിട്ട് കരമൊഴിവായിട്ട് കൊടുത്ത സ്ഥലം, ആ സ്ഥലത്തിൻ്റെ ബലത്തിലാണ് അദ്ദേഹം ജന്മിയായത്. ആ കാര്യം നിങ്ങൾ ഓർക്കണം. ആ പാലസ്തീൻകാരനെ നമ്മൾ അത്ര ആദരിച്ച് ജീവിച്ചിരുന്ന സ്ഥലമാണത്. പിന്നെ എങ്ങനെയാണ് ഇതിപ്പോൾ പാലസ്തീൻകാർക്ക് ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ചത്? ആരാണ് ചോദിച്ചു വാങ്ങിച്ചത്? ഇരന്നു വാങ്ങിയത് ആരാണ്? ഒക്ടോബർ 7-ന് 2023 ഭൂമിക്കടിയിൽ കൂടി തുരങ്കം നിർമ്മിച്ച് അവിടെ അതിക്രമിച്ച് കിടന്ന് അവിടുത്തെ ആൾക്കാരെയും കൊന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുട്ടികളെ വരെ ബലാത്സംഗം ചെയ്ത് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി. ആ ചരിത്രം പിണറായി വിജയൻ ഓർമ്മക്കത്തില്ല. കാരണഭൂതൻ അതാണ് അതിൻ്റെ കാരണഭൂതം അത് അഡ്രസ്. അത് മാത്രമല്ല, ഇപ്പോൾ ഗാസയിലും മറ്റുമൊക്കെ പാലസ്തീനിലെമ്പാടും ഹമാസിനെ പുറത്താക്കണം, ഞങ്ങൾക്ക് ഹമാസിനെ വേണ്ട എന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പാലസ്തീൻകാരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ ഒന്നുകൂടി മനസ്സിലാക്കണം. ട്രെൻഡ് മാറി വരികയാണ് ലോകത്തിൻ്റെ. പാലസ്തീൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, പാലസ്തീൻ എന്ന് പറഞ്ഞ എന്തോ ഒരു പാവപ്പെട്ട സംഘടന, പശുവിൻ പാല് കഴിച്ച് ജീവിക്കുന്ന സംഘടന. അയ്യോ, പശുവിനെ പോലെ വിശുദ്ധരൊന്നുമല്ല. എൻ്റെ വിമാനത്താവളത്തിൽ വിമാനം തടഞ്ഞു വെച്ചതാരാണ്? മ്യൂണിക് ഒളിമ്പിക്സിൽ പോയി ഇസ്രായേലുകാരെ കൊന്നതാരാണ്? ജൂതന്മാരെ കൊന്നതാരാണ്? രായ്ക്ക് രാമായണം ലോകോത്തരമായിട്ടുള്ള ഒരു കായിക മാമാങ്കം നടക്കുന്ന സ്ഥലത്ത് പോയി കൊന്നതാരാണ്? പലസ്തീൻകാരാണ്. അവര് രക്തദാഹികളാണ്. ഹമാസാണ് അതെ, അതിൻ്റെ ഹമാസ് എന്നായിട്ടില്ലല്ലോ, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, PLO മാത്രമേ ഉള്ളൂ. PLOയുടെ ചെയ്തികളാണ്. എന്നിട്ടും യാസർ അറഫത്തിനെ ഇന്ത്യയിലേക്ക് ഇന്ദിരാഗാന്ധി ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചു കൊണ്ടുവന്നത്. നമ്മളവരെ പിന്തുണച്ചു, ഒരു യുഗം മുഴുവൻ പിന്തുണച്ചു നമ്മൾ. പക്ഷേ അവരിപ്പോൾ കാണിക്കുന്ന PLO പോയി കഴിഞ്ഞു. അവരത്രമാത്രം അക്രമങ്ങൾ ചെയ്തിട്ടും അവരെ നമ്മൾ പിന്തുണച്ചു. തെറ്റായ ഒരു പോളിസിയായിരുന്നു അത്. നമ്മൾ അക്രമത്തെ, ഗാന്ധിയുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, അക്രമത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കാത്തവരാണ്, പിന്തുണയ്ക്കാൻ പാടില്ല. ഒരു തരം ഭീകരവാദമായിരുന്നു. അന്നത്തെ ഭീകരവാദത്തെ നമ്മൾ പിന്തുണച്ചു. പിന്നെ ഭീകരവാദം നമ്മളെ ആഞ്ഞടിച്ചു, നമ്മൾ അനുഭവിച്ചു, പഹൽഗാമിൽ വരെ അനുഭവിച്ചു. അതിനെക്കുറിച്ചാണ് പിന്നെ പിണറായി വിജയൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ പാലസ്തീനിലെ സ്ത്രീകൾ ഉൾപ്പെടെ ആൾക്കാർ ഹമാസിനെ ഞങ്ങൾക്ക് വേണ്ടേ, ഹമാസ് മുർദാബാദ് എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിണറായി വിജയൻ അത് കാണുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് പത്രം വായിച്ചാൽ മനസ്സിലാവും. കാശ്മീരിലെ പർദ്ദയിട്ട സ്ത്രീകൾ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് ഉച്ചത്തിൽ ചൊല്ലി വിളിച്ചത് നമ്മൾ കണ്ടല്ലോ, വീഡിയോയിലൂടെ, വാർത്തകളിലൂടെ. അതേ ആവേശത്തോടു കൂടി ഇപ്പോൾ പാലസ്തീനിലെ സ്ത്രീകൾ ഞങ്ങൾക്ക് ഈ ഹമാസ് വേണ്ട, ഞങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന ഹമാസ് വേണ്ട, ഞങ്ങളുടെ കുട്ടികളെയെല്ലാം തീവ്രവാദികളായിട്ട് 3 വയസ്സും 4 വയസ്സും 5 വയസ്സും ഉള്ളപ്പോൾ തന്നെ ഭീകരരായിട്ട് പരിശീലനം നടത്തി അവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഹമാസിനെ ഞങ്ങൾക്ക് വേണ്ടാന്ന് പിന്തുണയിരിക്കുന്നു. ഞങ്ങൾക്ക് കൃഷി വേണം, വ്യവസായം വേണം, വികസനം വേണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടത് മദ്രസകളിലല്ല, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ അന്താരാഷ്ട്ര സർവകലാശാലകളിൽ പഠിക്കണം. ഞങ്ങളുടെ സുന്ദരന്മാരായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവർക്ക് ലോകോത്തര വിശ്വോത്തര മലാല യൂസഫ് പറഞ്ഞതുപോലെയുള്ള വിദ്യാഭ്യാസം നേടി വിജയിക്കണം. അതാണ് അവരാവശ്യപ്പെടുന്നത്. അവർക്ക് കൊടുക്കേണ്ടത് അതാണ്. അവർക്ക് കൊടുക്കുക അഭയാർത്ഥി ക്യാമ്പുകളല്ല. അഭയാർത്ഥി ക്യാമ്പുകളാണ് അവരുടെ വിപ്ലവ വീര്യം ഇങ്ങനെ കത്തിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതല്ല വേണ്ടത്. അവിടെ സമാധാനം വേണ്ടത്. സമാധാനം വേണമെങ്കിൽ അവർ ചെയ്തത് ആ മഹാപാതകം ബന്ദികളാക്കിയവരെ വിട്ടയക്കണം. ബന്ദികളാക്കിയവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ ആ നിമിഷം പാലസ്തീനിൽ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദിക്കും. അതാണ് പരിഹാരം. അല്ല നിങ്ങളിങ്ങനെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് പീഡനം നടത്തി 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് കുട്ടികളെ തെറ്റായ പാഠങ്ങൾ പഠിപ്പിക്കരുത്. ഒരു മാതൃകാ മുഖ്യമന്ത്രി അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പാഠങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കൂടി പഠിക്കും. തെറ്റായ ബോധ്യങ്ങൾ ചരിത്രത്തെക്കുറിച്ച് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അത് ലോകത്തെ തന്നെ വഴിതെറ്റിക്കുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.